ഇത്തരം ഈന്തപ്പഴമാണോ നിങ്ങൾ സ്ഥിരമായി കഴിക്കുന്നത്? ഇത് അറിയാതെ പോകരുത്. വായിൽ വച്ചാൽ അലിഞ്ഞു പോകുന്ന തേനൂറും ഈന്തപ്പഴം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരായി ആരുണ്ട്? പ്രത്യേകിച്ച് ജിമ്മന്മാർക്ക്. പേശീബലം വർദ്ധിപ്പിക്കാനും ശരീരത്തിനാവശ്യമായ ഊർജം നൽകാനും ഈന്തപ്പഴം സഹായിക്കുന്നു. ഈന്തപ്പഴത്തിനടങ്ങിയിട്ടുള്ള പ്രകൃതിദത്തമായ കാർബോഹൈഡ്രേറ്റുകൾ വളരെ വേഗം ദഹിച്ച് ഉടനടി ഊർജം നൽകുകയും ചെയ്യുന്നു. വർക്കൗട്ടിന് 30 മുതൽ 45 മിനിറ്റ് മുൻപ് 2-3 ഈന്തപ്പഴം കഴിക്കുന്നത് പേശികൾക്കാവശ്യമായ ഗ്ലൈക്കോജൻ സംഭരിച്ച് വർക്കൗട്ട് സമയത്ത് ക്ഷീണം വരാതെ നിലനിർത്താൻ സഹായിക്കും. അതേപോലെ വ്യായാമം ചെയ്യുമ്പോൾ വിയർപ്പിലൂടെ ശരീരത്തിലെ ഇലക്ട്രോലൈറ്റുകൾ നഷ്ടപ്പെടുന്നുണ്ട്. പേശി വലിവ് തടയുന്നതിനും നാഡീവ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിനും പൊട്ടാസ്യം അത്യന്താപേക്ഷിതമാണ്. ഈന്തപ്പഴം പൊട്ടാസ്യത്തിന്റെ മികച്ച ഉറവിടമായതിനാൽ ഇത് കഴിക്കുന്നത് പേശികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും. ഈന്തപ്പഴം പലതരം. അങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും കടയിൽ ചെല്ലുമ്പോൾ ഈന്തപ്പഴം നോക്കി വാങ്ങിക്കാൻ എല്ലാവർക്കും ഇപ്പോഴും കൺഫ്യൂഷനാണ്. മഞ്ഞയും ഓറഞ്ചും ബ്രൗൺ നിറവും കറുപ്പും അങ്ങനെ പലതരത്തിലുള്ള ഈന്തപ്പഴമുണ്ട്. ഇവയുടെ ഗുണങ്ങളും വ്യത്യസ്തമാണ്. ഇനി ഇവയിൽ നമുക്കിഷ്ടമുള്ളത് നോക്കി എടുത്തേന്നിരിക്കട്ടെ. അത് കഴിക്കുമ്പോൾ അല്പം ശ്രദ്ധ കുറഞ്ഞാൽ അത് വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വഴിവെച്ചേക്കാമെന്ന് ഡോക്ടർമാർ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നു. ഈന്തപ്പഴത്തിന്റെ സ്വാഭാവികമായ മധുരവും ഈർപ്പവും പലപ്പോഴും ഫംഗസുകൾക്കും പ്രാണികൾക്കും വളരാനുള്ള മികച്ച അന്തരീക്ഷം ഒരുക്കിക്കൊടുക്കാറുണ്ട്. അതിനാൽ തന്നെ പുറമെ നിന്ന് നോക്കുമ്പോൾ നല്ലതായി തോന്നാമെങ്കിലും ഇതിനുള്ളിൽ പൂപ്പലോ ചെറിയ പ്രാണികളുടെ മുട്ടകളോ ഒളിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. കടകളിൽ നിന്ന് വാങ്ങുന്ന ഈന്തപ്പഴങ്ങൾ സൂക്ഷിക്കുന്നതിലെ പിഴവുകൾ, പാക്കിങ്ങിന് മുൻപുണ്ടായ അശ്രദ്ധ, അല്ലെങ്കിൽ ഉണങ്ങിയ അന്തരീക്ഷത്തിൽ സൂക്ഷിക്കാത്തത് എന്നിവയെല്ലാം ഈ അപകടങ്ങൾക്ക് കാരണമാകാം. ഇങ്ങനെ കേടായതോ പൂപ്പൽ ബാധിച്ചതോ ആയ ഈന്തപ്പഴം അറിയാതെ കഴിച്ചുപോയാൽ വയറുവേദന, ഛർദി, അതിസാരം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇത് കഠിനമായ ഭക്ഷ്യവിഷബാധയിലേക്കോ അലർജികളിലേക്കോ വരെ നയിക്കാം. അപ്പോ ഈന്തപ്പഴം സുരക്ഷിതമായി കഴിക്കാൻ എന്താണ് വഴി? ഈന്തപ്പഴം കഴിക്കുന്നതിനു മുൻപ് ഓരോ കായയും എടുത്ത് നീളത്തിൽ 2ആയി കീറി ഉള്ളിലേക്ക് ശ്രദ്ധിച്ചു പരിശോധിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള വെള്ളപ്പാടുകളോ പരുപരുത്തതോ നാരുകൾ പോലെയുള്ളതോ ആയ വളർച്ചകളോ ചെറിയ ദ്വാരങ്ങളോ കണ്ടാൽ ഉടനെ തന്നെ അത് കളയുക. കഴിക്കാൻ നിൽക്കരുത് എന്ന് വിദഗ്ധർ പറയുന്നു. വാങ്ങി വീട്ടിലെത്തിച്ച ശേഷം ഈന്തപ്പഴം എപ്പോഴും ഈർപ്പം തീരെയില്ലാത്ത നല്ല അടപ്പുള്ള പാത്രത്തിൽ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. രുചിയോടൊപ്പം സുരക്ഷയും ഉറപ്പാക്കിയാൽ മാത്രമേ ഈന്തപ്പഴത്തിന്റെ യഥാർത്ഥ ഗുണങ്ങൾ ലഭിക്കുകയുള്ളൂ. ഈന്തപ്പഴത്തിന്റെ കുരു കളയണ്ട. ഇത്രയും ഗുണങ്ങളുള്ള ഈന്തപ്പഴ വിത്തുകൾ ചുമ്മാ കളയേണ്ട കാര്യമില്ല. ഇവയുപയോഗിച്ച് ആരോഗ്യകരമായ ഒട്ടേറെ വിഭവങ്ങൾ ഉണ്ടാക്കാം. ഈന്തപ്പഴ കുരുപൊടി. ഈന്തപ്പഴ വിത്തുകൾ കഴുകി ഉണങ്ങാൻ അനുവദിക്കുക. നന്നായി ഉണങ്ങാൻ 3 ദിവസം വരെ എടുക്കാം. പൂർണ്ണമായും ഉണങ്ങിക്കഴിഞ്ഞാൽ ഗ്രൈൻഡറിലിട്ട് പൊടിച്ച് കാപ്പിപ്പൊടിക്ക് പകരം ഉപയോഗിക്കാം. ഇത് ചൂടുവെള്ളത്തിൽ കലക്കിയെടുത്ത് പാലിൽ ചേർത്ത് കുടിച്ചാൽ രുചികരമായ ഹോട്ട് ചോക്ലേറ്റ് റെഡി. കൂടാതെ സ്മൂതികളിലും ജ്യൂസുകളിലും ഇത് ചേർക്കാം. കുക്കികൾ, കേക്കുകൾ തുടങ്ങിയ ബേക്കിംഗ് വിഭവങ്ങളിൽ ഈ പൊടി ഉപയോഗിക്കുന്നത് കൂടുതൽ മികച്ച സ്വാദ് നൽകും. ഈന്തപ്പഴ കുരുസിറപ്പ്. ഈന്തപ്പഴ വിത്തുകൾ കഴുകി 24 മണിക്കൂർ കുതിർക്കുക. ഇത് കുറച്ച് വെള്ളം ചേർത്ത് ഗ്രൈൻഡറിലിട്ട് അരച്ചെടുക്കുക. ഇത് ചെറു ചൂടുവെള്ളത്തിൽ ചെറുനാരങ്ങയും ചേർത്ത് ചായയാക്കി കുടിക്കാം. തേനോ ശർക്കരയോ ചേർത്താൽ ജാമിന് പകരം ഉപയോഗിക്കാം. കൂടാതെ സാലഡ് ഡ്രസ്സിംഗ് ഉണ്ടാക്കുമ്പോൾ ഡേറ്റ് സിറപ്പും ഒപ്പം ചേർക്കാം.